ഞാനൊക്കെ കുട്ടിയാകുന്ന കാലത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ, എൻ്റെ വല്യമ്മ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്താ പണി? ഷാമാരിവിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ സംസ്കരിച്ചു കഴിഞ്ഞാൽ ബദരിയത്ത് ബൈത്തി ചെല്ലലാണ് പതിവ്, അല്ലെങ്കിൽ മൊഹീദ്ദീമാല പാടലാണ്, അല്ലെങ്കിൽ നഫീസത്ത് മാല പാടലാണ്. അങ്ങനെയാണ് നമ്മൾക്ക് പരിചയപ്പെടുത്തിയത്. അങ്ങനെയാണ് അന്നത്തെ മുൻഗാമികൾ അന്തി ഉറങ്ങിയത്. നമുക്കൊക്കെ ഉറങ്ങാൻ കിട്ടുന്നവർക്ക് അന്നൊന്നും നല്ലൊരു വീടില്ല. എല്ലാ വീടുകളും ഓലപ്പുരകളാണ്, ചെറ്റക്കുടിലുകളാണ്. അവരിങ്ങനെ ഇരുന്നിട്ട് ബദരീത്തില്ലാണ് ഇങ്ങനെയുള്ള മാലകൾ പാടുകയാണ്. അവരൊക്കെ നല്ല മട്ടത്തിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമ്പോൾ ഡോക്ടർ പറയും, എന്താ പറയും, ഇത് നിങ്ങൾ കുടിക്കൊണ്ടേക്കോളി, നിങ്ങൾക്ക് ചെല്ലാനും പറയാനൊക്കെ പെരയിലാണ് നല്ലത്, ഇത് ഇനിമ ചെയ്തിട്ട് കാര്യമില്ല. കുടിയെ കേടുന്നത് ഇക്കുറും സലാത്തും കേട്ട് മരിക്കുക. ഇതാണ് അവസ്ഥ. ഇതില് ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണ്ടത്തെ കാലത്ത് മൂപ്പരുടെ ഉമ്മ വല്യമ്മ ആ കാലത്തുള്ള കാര്യമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. എന്തേ മൂല്യരെ എങ്ങളുടെ പെണ്ണുങ്ങളും മക്കളും പോയി ചെല്ലാത്ത അല്ല പണ്ട്